ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വർക്കിംഗ് മാംസ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിൽ വെച്ച് നമുക്ക് തുടങ്ങാം. എന്തിനോ വേണ്ടിയൊന്നുമല്ല, ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് രാജേട്ടൻ കഴിച്ചിട്ടില്ല. അപ്പം കാസറോളിൽ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയി. സാമ്പാറുള്ളതുകൊണ്ട് വേറെ കറിയൊന്നും വേണ്ടല്ലോ. സാമ്പാറാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിൻ്റെയും കറി ഒറ്റയടിക്ക് കഴിയുമല്ലോ. പിന്നെ ഇതാ പതിവുപോലെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ തന്നെ ക്ലീനിങ് ചെയ്താലോ എന്നുള്ളൊരു ആലോചന വന്നപ്പം ആ പാത്രങ്ങളൊക്കെ അവിടെ ഇട്ട് വേഗം പോയി അടിച്ചു വരാൻ നിന്ന് അടിച്ചു വരിയിട്ട് വൈകുന്നേരം ഒന്ന് തുടയ്ക്കണം എന്നാണ് പ്ലാൻ. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ക്ലീനിങ് റുട്ടീനായിട്ടൊന്നും ഇല്ല കേട്ടോ. ഏതെങ്കിലും ഒരു നേരത്തെ അടിച്ചു വരും, സമയം എപ്പോഴാണുള്ളത് അന്നേരം അടിച്ചു വരും. ഇന്ന് പിന്നെ സാമ്പാറായതുകൊണ്ട് ഉച്ചയ്ക്കും കൂടെ അതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അടിച്ചു വരാൻ നിന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് വൻപയറും മറ്റേ വെള്ളപ്പയറല്ലേ, അതും കൂടെ സോക്ക് ചെയ്യാൻ വെച്ചതാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് സോക്കാവുമല്ലോ, പിന്നെ എടുത്തിട്ട് ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കാമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പം നേരത്തെ കുറേ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണല്ലോ ഞാൻ അടിച്ചു വരാൻ വന്നത്. അപ്പോൾ ഇനി ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. പിന്നെ ചോറ് ഞാൻ അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി വെച്ചതുണ്ടേ, അപ്പോൾ അത് വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെച്ചു. അല്ലെങ്കിൽ അരിപ്പ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ അതിങ്ങനെ ഹോൾസ് ഉള്ളതുകൊണ്ട് സൈഡൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോകും. പെട്ടെന്ന് തന്നെ ഞാൻ അതിൽ നിന്ന് മാറ്റലുണ്ട്. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്. ഈ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ ഒരു കമൻറ്റ് കണ്ടിരുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് അതെന്തുകൊണ്ടാണെന്നറിയോ, ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. നമുക്കറിയാമല്ലോ നമുക്ക് എത്ര സമയമുണ്ടെന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഓരോ ദിവസവും എന്തായാലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനനുസരിച്ച് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് വെറുതെ കുറേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ടത് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അത് ഇത്ര വലിയൊരു ഭയങ്കര ബാലികറാമലയായിട്ട് നിങ്ങൾ ഭയങ്കര ടെൻഷനായിട്ട് എടുക്കണ്ട മൈൻഡിലേക്ക്. അതാണ് അതിൻ്റെ പ്രശ്നം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നേ പറ്റുള്ളൂ. ഇത് ഞാൻ ഓഫീസിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നതാണ്. ഇത് പേർ ആപ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അവിടെ നിന്ന് ഒരു 10 മണിയൊക്കെ 11 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും. പിന്നെ ഓഫീസ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ഇത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തതാണ്. ഞാനല്ല, എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, ഒരു ഒമാനി ഉണ്ട്, അവൾ ഓർഡർ ചെയ്തതാണ്. അവൾ എനിക്കും കൂടെ ഓർഡർ ചെയ്യും. അപ്പോൾ ഇത് മൊത്തം ഒന്നും കഴിച്ചു തീർക്കാൻ പറ്റുമല്ലോ, ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഷോപ്പിംഗ് മാളിൽ കയറിയിരുന്നു. അപ്പം കുറച്ച് ഡേറ്റ്സും പിന്നെ ഇത് പീനട്ട് ബട്ടർ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഈ പീനട്ട് ബട്ടർ അത്ര ഹെൽത്തി ഒന്നും അല്ല കേട്ടോ, പ്രത്യേകിച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തത് തീരെ കഴിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീനട്ട് ബട്ടർ. അപ്പോൾ കുറേ നാളായി വാങ്ങിച്ചിട്ട്, അപ്പോൾ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ ജൂജു അടിക്ക് സ്മൂത്തിയൊക്കെ അടിക്കുമ്പോൾ അവൻ തന്നെ ഒറ്റയ്ക്കൊക്കെ അടിക്കും കേട്ടോ. അപ്പോൾ അന്നേരം അവൻ പീനട്ട് ബട്ടർ ആഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ സോക്ക് ചെയ്ത് പോയില്ലേ രാവിലെ, അത് നല്ല സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനത് കഴുകിയിട്ട് ഒന്നുകൂടി ഞാൻ കഴുകും കേട്ടോ. കഴുകിയിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കും, ഇതുപോലെ ബോക്സിലാക്കിയിട്ട്. അപ്പോൾ ഫ്രീസറിൽ എനിക്ക് പിന്നെ 2 ഇതുണ്ട് കേട്ടോ. മുകളിൽ ഞാൻ പിന്നെ ഇതുപോലെയുള്ള നോൺ വെജ് സാധനങ്ങൾ മാത്രം വെക്കുക, തേങ്ങ ഇതുപോലെ സോക്ക് ചെയ്ത ഐറ്റംസ്, പനീർ അങ്ങനത്തെ ഒക്കെ. താഴത്ത് മാത്രമാണ് ഞാൻ ഈ ഫിഷും ചിക്കനൊക്കെ വെക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ ദിവസത്തെ എടുക്കാനുള്ളത് കറക്റ്റായിട്ട് ബോക്സിലാക്കിയിട്ട് വെള്ളം നിറച്ചിട്ട് അങ്ങനെയാണ് വെക്കുക. പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിക്കും കേട്ടോ. എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുക. മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് 2:30 ആവും ഞങ്ങൾ കഴിക്കുമ്പോൾ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തനമൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോകട്ടോ. മിക്കവാറും ഫോണിലായിരിക്കും ഓരോരുത്തരുണ്ടാവുക. ഞാൻ ഒന്ന് മയങ്ങാനൊക്കെ പോകലുണ്ടായിരുന്നു ആദ്യം. ഇപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ നോക്കും, എന്നിട്ട് പിന്നെ കുറച്ച് സമയം കിടക്കും. ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എനിക്കൊരു കമൻറ്റ് വന്നിരുന്നേ, ചേച്ചി ഡയറ്റും എക്സസൈസൊക്കെ നോക്കണം, വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിയായിട്ട് ഞാൻ എന്താ പറയുക, എത്രയോ കാലങ്ങളായിട്ട് എങ്ങനെ തടി കുറയ്ക്കണമെന്നും എന്തൊക്കെ കഴിക്കണമെന്നും ഒക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അത് എനിക്കറിയില്ല. ഞാൻ എങ്ങനെ നോക്കിയാലും എൻ്റെ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നറിയോ, അത് വല്ലാതെ കൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കും എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് ആലോചിച്ച് സ്ട്രെസ്സാവും, അതിൻ്റെ കാര്യമില്ലല്ലോ. പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നമാവും. അപ്പോൾ ഞാനതുകൊണ്ട് അതിനെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ അറ്റോമിക് ഹാബിറ്റ്സ് കേട്ടിട്ടില്ലേ, അതുപോലെ ചെറിയ ചെറിയ ഹാബിറ്റ്സൊക്കെ മാറ്റി. ഇപ്പം ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക, പിന്നെ കഴിച്ച് കഴിഞ്ഞ ഉടനെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയൊന്നും ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് അപ്സ്റ്റെയർ ഉണ്ട്, അപ്പം സ്റ്റെപ്പ് കയറി ഇറങ്ങുക 1-2 പ്രാവശ്യം, അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെയൊക്കെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പതുക്കെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാറ്റം വരുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നോക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗം ഈ കിച്ചണിൻ്റെ സൈഡിലാണ് എനിക്കിങ്ങനെ തുണി വിരിക്കാനുള്ള സ്ഥലം. കിച്ചണിൻ്റെ സൈഡിൽ ഞങ്ങൾക്ക് കിഴക്ക് ഭാഗം ആയതുകൊണ്ട് വൈകിട്ട് ഇവിടെ വെയിലുണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് തുണി വിരിക്കാൻ സുഖം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഉണങ്ങും, ഓഫീസിൽ പോകുന്നതിന് മുന്നേ എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ. പിന്നെ തിരിച്ച് വന്നിട്ട് മടക്കി വെക്കുക. അതുകൊണ്ട് ഈ സമയത്ത് നല്ല സുഖമാണ്. അല്ലാണ്ട് രാവിലെയൊക്കെ വാഷ് ചെയ്ത് നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വെയിലും ആയിരിക്കും, പിന്നെ തുണിയൊക്കെ നരച്ചു പോവുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്ന് രാവിലെ ഞാൻ ഇഡ്ഡലി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാനും അനിയത്തിയും കൂടെ ജസ്റ്റ് ഇവിടെ പുറത്തുനിന്ന് നടക്കാൻ പോകും. ഒരു 10-20-30 മിനിറ്റ് അങ്ങനെ. അപ്പോൾ ഇഞ്ചി ചതച്ചിട്ടിട്ടാണ് ഞാൻ കാപ്പി കുടിക്കുന്നത് കേട്ടോ. ഞാൻ കാപ്പി കുടിക്കില്ല, ചായ കുടിക്കില്ല. അപ്പോൾ രാജേട്ടന് ഇടയ്ക്ക് ഇങ്ങനെ ഇഞ്ചി ചതച്ചിട്ട് പിന്നെ ശർക്കര ഇട്ടിട്ടാണ് ഞാൻ കാപ്പി കുടിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടക്കാൻ പോയിട്ട് വരുമ്പോൾ മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ മുരിങ്ങ മരം ഉണ്ടാവും മഞ്ഞളെ വീട്ടിലൊക്കെ. അപ്പം ഞങ്ങൾ തൊട്ട് ബാക്കിലുണ്ട്. അപ്പം ഞങ്ങൾ പറിക്കാൻ പോയപ്പം അവർ കാണുകയാണെങ്കിൽ വേഗം ഞങ്ങൾ വിളിച്ചുള്ളിലോട്ട് കൊണ്ടുപോകും. അവിടെയൊക്കെ ഇഷ്ടംപോലെ അവർ തന്നെ പറിച്ചും തരും. അപ്പോൾ ഞങ്ങൾ നല്ല മുരിങ്ങയില അതൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അതൊക്കെ നന്നാക്കി എടുക്കണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാ മസാല റെഡിയാക്കിയിട്ടുണ്ട്, മസാല ദോശൻ്റെ. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. പലരും പല രീതിയിലല്ലേ മസാല ഉണ്ടാക്കുക. ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ഉള്ളിയും പിന്നെ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് എൻ്റേതായ രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല ദോശ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ രാവിലത്തെ സാമ്പാർ കുറച്ചുണ്ട്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു സാമ്പാർ രാവിലെ ഉച്ചയ്ക്ക് സാമ്പാറല്ലേ, അപ്പോൾ കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മുളക് ചുട്ടിട്ട് ചമ്മന്തി അരയ്ക്കുകയാണ്. ഇതുപോലെ ഈ തണ്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ അടുപ്പത്ത് കുറച്ച് ഇങ്ങനെ ഇതാക്കിയാൽ മതി. ഫ്ലെയിമിൽ കാണിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇതായി വരുമല്ലോ, മൂത്ത് വരുമല്ലോ. അപ്പോൾ നല്ലൊരു സ്മെല്ലുമാണ്, ചമ്മന്തിക്ക് നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 1-2 വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ ചമ്മന്തി അരയ്ക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തിയല്ല, ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് അങ്ങനെ. പിന്നെ ഇതുണ്ടല്ലോ, നെയ്യ് ഞാൻ വലിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെറിയ ബോട്ടിൽ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുക. എന്നാൽ പിന്നെ വലുതൊന്നും അങ്ങനെ എടുക്കണ്ടല്ലോ. എന്നിട്ട് അതിനകത്ത് കറക്റ്റായിട്ടുള്ള ഒരു സ്പൂണ് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യല് കേട്ടോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ അങ്ങനെ ചെയ്യലുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട പിന്നെ ദോശ അങ്ങനെ എന്തൊക്കെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയണിൻ്റെ തവയാണ്. ഇത് പ്രൊമോഷനായിട്ട് പറയുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻഡസ് വാലി ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പക്ഷേ ഈ കാസ്റ്റ് അയൺ എന്ന് വെച്ചാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലേ ആ നോൺ സ്റ്റിക്കിനേക്കാളും നല്ല എഫക്റ്റ് കിട്ടും. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാസ്റ്റ് അയൺ തവേൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഈ ഇൻഡസ് വാലിൻ്റെ എന്നല്ല, ഏതിൻ്റെ ആയാലും കാസ്റ്റ് അയണൊക്കെ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇൻഡസ് വാലിൻ്റെയാണ് ഞാൻ വാങ്ങാറ്. കാസ്റ്റ് അയണിൻ്റെ കുറേ പ്രൊഡക്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇൻഡസ് വാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഓയിൽ തേച്ചിട്ട് ചൂടാക്കി വെച്ചാൽ മതി. അത് ഓരോ യൂസിൽ അങ്ങനെ ചെയ്യണമെന്നില്ല, ഒരു 5-6 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് നിൽക്കും. നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഹെൽത്തി അല്ലേ കാസ്റ്റ് അയൺ. എൻ്റെ അടുത്ത് ഇപ്പം അലുമിനിയം ഞാൻ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലും കാസ്റ്റ് അയണാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും നോൺ സ്റ്റിക്ക് പോലെ തന്നെ കിട്ടും കേട്ടോ. എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇത്. നല്ല മുരിഞ്ഞ് കിട്ടുകയും ടേസ്റ്റും കൂടുതലാണ് ഇങ്ങനത്തെ കാസ്റ്റ് അയണിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു ദോശയാണ്, രാജേട്ടന് 1 ദോശയും ജൂജുവിന് 2 ദോശയും അത്രയാണ്. ഞാൻ കുറച്ച് ചോറ് തിന്നാന്ന് വിചാരിക്കുന്നത്, സാമ്പാറൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡിന്നറിൻ്റെ പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഇത് ചെയ്യുന്നതാണ്, സീസൺ ചെയ്ത് വെക്കുന്നതാണ്. ഞാൻ മിക്കവാറും ഓരോ യൂസ് കഴിയുമ്പോൾ ചെയ്യലുണ്ട് കേട്ടോ. ഇത് ചൂടാക്കിയതിന് ശേഷം അത് നന്നായിട്ട് കഴുകി തുടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണ് ഇപ്പോൾ വെളിച്ചെണ്ണയോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല, ഓയിലോ അത് തടവിയിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പുക വരുമല്ലോ, പുക വരുന്നവരെ ചൂടാക്കുക. എന്നിട്ട് ഓഫാക്കി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ അടുത്ത യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടോ തുടച്ചിട്ടോ എടുത്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കടലയും പുട്ടുമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിന് കടല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സ്ഥിരം കിച്ചൺ ക്ലീനിങ് ഒക്കെയാണ്. കിച്ചൺ ക്ലീനിങ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാവേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.